ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പൊതുവെ നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചപ്പാടുണ്ട്. ന്യൂനപക്ഷ വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. കാരണം ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അവരാണ്. അവർക്ക് സംവരണങ്ങളുണ്ട്, അവർക്ക് ആനുകൂല്യങ്ങളുണ്ട്, സഹായങ്ങളുണ്ട്, പരിഗണനകളുണ്ട്, എല്ലാം അവർക്കാണ് ലഭിക്കുന്നത്. പക്ഷേ ന്യൂനപക്ഷ മന്ത്രാലയം മുസ്ലിങ്ങളുടേതാണ് എന്ന കാഴ്ചപ്പാട് നരേന്ദ്രമോദി സർക്കാർ മാറ്റിയിട്ടുണ്ട് എന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ന്യൂനപക്ഷ മന്ത്രാലയം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കു മാത്രമായി സംവരണം കിട്ടിയ, അവർക്കു മാത്രം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള, പരിഗണനകൾ നേടിയെടുക്കാനുള്ള ഒരു അവകാശവാദവും ഒന്നുമായിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ട. ഇപ്പോ 6 സമുദായങ്ങൾക്ക് വേണ്ടിയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവശ്യമില്ലാത്ത അവകാശവാദങ്ങളും ഒന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന. വഖഫ് ബില്ല് ഏറെ കൂടിയാലോചന നടത്തിയാണ് കൊണ്ടുവന്നത്. സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബില്ല് പാർലമെന്റ് വീണ്ടും പരിഗണിക്കുമെന്നും ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ 100 ദിവസത്തെ നേട്ടം വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. കോൺഗ്രസിന്റെ കാലത്ത് ന്യൂനപക്ഷ കാര്യമെന്നാൽ മുസ്ലിം വിഷയമെന്നായിരുന്നു. അത് തെറ്റാണ്. മുസ്ലിങ്ങൾക്കു മാത്രമേ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാകാൻ കഴിയുമായിരുന്നുള്ളൂ. മന്ത്രാലയത്തിന്റെ ലക്ഷ്യം അട്ടിമറിക്കുന്നതായിരുന്നു ഇത്. എന്നാൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് അവരെ വോട്ട് ബാങ്കായി മാത്രം കണ്ടതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ദരിദ്രരായി അവശേഷിച്ചത്. കേവലം മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രമല്ല, 6 സമുദായങ്ങൾക്ക് വേണ്ടിയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. ഈ സമുദായങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണ് ഇപ്പോൾ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പാഴ്സികൾക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ്. ആനുപാതികമായ രീതിയിൽ ഗുണഭോക്താക്കളും പ്രതിനിധികളും കൂടുതലും മുസ്ലിങ്ങളായിരിക്കും. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം എന്നാൽ മുസ്ലിം കാര്യ മന്ത്രാലയം എന്നായിരുന്നു പലയിടത്തും ജനം കരുതിയിരുന്നത്. ന്യൂനപക്ഷത്തിൽ 6 സമുദായങ്ങളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയാണ് ന്യൂനപക്ഷ മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ മന്ത്രാലയം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയോടും മുസ്ലിം സമുദായത്തോടും കാണിക്കുന്ന അനീതിയാണ്. വിട്ടുപോയവരെല്ലാം ന്യൂനപക്ഷ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി. കാരണം വിട്ടുപോയ ആളുകളെ എല്ലാം ഇന്ന് ഈ ന്യൂനപക്ഷ പദ്ധതികളുടെ ഗുണഭോക്താക്കളാക്കി മാറ്റിയത് ആ ആനുകൂല്യമാണ്. ഇപ്പോൾ 6 ന്യൂനപക്ഷ സമുദായങ്ങളും വളരെ സന്തുഷ്ടരാണെന്നും മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. കോൺഗ്രസുകാര് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ചില നിയമങ്ങളും നിയമത്തിന്റെ പരിരക്ഷയും ചില അവകാശങ്ങളും ചില സംവരണങ്ങളും ഒക്കെ നൽകിയത് കൊണ്ടാണ് ഇന്ന് 100 കണക്കിന് ആളുകൾ പെരുവഴിയാധാരമായി നിൽക്കുന്നത്. തലയ്ക്ക് വെളിവ് വെച്ച ക്രിസ്ത്യാനികൾ ഇന്ന് പബ്ലിക്കിനോട് തുറന്നു പറയുകയാണ് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതും കൊള്ളയടിക്കുന്നതും പെരുവഴിയിലാക്കുന്നതുമെന്ന്. ഇതാ കേട്ടോ. ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇങ്ങനെ കോൺഗ്രസിന്റെ ദീർഘനാൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ മതേതരത്വം മറന്നുള്ള മതപ്രീണന ട്രപ്പീസ് കളികളാണ് അവസാനം വഖഫ് നിയമത്തിൽ എത്തി നിന്നിട്ടുള്ളത്. 2013 മൻമോഹൻ സിംഗും അതേ കളി കളിച്ചു. 2013 അങ്ങനെ യഥാർത്ഥ ഉടമകൾ എൻക്രോച്ചേഴ്സ് ആയി. അവരെ കുടിയൊഴിപ്പിക്കാൻ വഖഫ് ബോർഡിന് അധികാരവും ആയി. ചെറായി മുനമ്പം വിഷയം എന്ന് പറയുന്നത് അതായത് അവരോ അവരുടെ പൂർവികരോ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ആ ഭൂമിയിൽ അവര് കിടക്കുന്നു. പിന്നീട് അവര് കുടിയേറ്റക്കാരായി മാറുകയാണ്. പിന്നീട് ആ ഭൂമിയിൽ താമസിക്കണമെങ്കിൽ വഖഫ് ബോർഡിന്റെ അനുമതി, ഔദാര്യം വേണ്ടി വരുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അനുഭവിക്കാൻ ജനാധിപത്യ ഭാരതത്തിൽ 4 ഏക്കറിന് മേലാണ് വഖഫിന്റെ അവകാശവാദം. അതിലിപ്പോ നിലവിലുള്ളത് 114 ഏക്കറാണ്. 114 ഏക്കറിൽ 60 ഏക്കർ വെള്ളം. ഇങ്ങനെയുള്ള അവിടെ 450ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതിൽ 350ഓളം കത്തോലിക്ക കുടുംബങ്ങളാണ്. ലത്തീൻ കത്തോലിക്കര്, മുക്കുവര്, പാവപ്പെട്ട മനുഷ്യര് അവിടെ താമസിക്കുന്നുണ്ട്. 100ഓളം ഹൈന്ദവ കുടുംബങ്ങൾ. ഇതാണ് ചെറായി മുനമ്പം പ്രദേശത്തെ അവസ്ഥ. ആ അവസ്ഥയിൽ
ഇപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്ന 2019 വഖഫ് ഈ ക്ലെയിം ഉന്നയിച്ചത്. 2022 മുതൽ ഇവരെ ബ്ലോക്ക്ഡായി. അതായത് വില്ലേജ് ഓഫീസിലൊന്നും ഇവർക്ക് ഇവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം അല്ല, അതായത് സർട്ടിഫിക്കറ്റ് കിട്ടില്ല, കരമടക്കാൻ പറ്റില്ല, ഇത് അവർക്ക് ബാങ്കിൽ വെക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടിരിക്കുകയാണ് അവർ. ഇതിന് എന്താണ് പോംവഴി? ഇവർ ഇങ്ങനെ ആയിരിക്കുന്നത് വഖഫ് ബോർഡ് എന്തെങ്കിലും അന്യായമായി ചെയ്തു എന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവിടെ ക്ലെയിം ഉണ്ട്, വഖഫ് ബോർഡ് അന്യായമായി ചെയ്തു. ഞാൻ പറയുന്നു അങ്ങനെയല്ല. വഖഫ് ബോർഡ് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ നടത്തിക്കൊടുത്ത ലെജിസ്ലേഷൻ, ആ നിയമം അവരങ്ങോട്ട് പ്രയോഗിച്ചു. ഇപ്പൊ മനസ്സിലായോ? നമ്മളിപ്പോ വഖഫ് ബോർഡിനെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഇവർക്ക് ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും വാരിക്കോരി നൽകി ഇന്ത്യയെ തന്നെ തീരെഴുതി നൽകാനുള്ള കോൺഗ്രസിന്റെ അന്നത്തെ ആ തീരുമാനമുണ്ടായിരുന്നല്ലോ, അവർക്ക് അന്ന് അതൊക്കെ വകവെച്ചു കൊടുത്ത ആ നിയമത്തെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഡ്രക്കോണിയൻ ലോ അവരങ്ങോട്ട് പ്രയോഗിച്ചു. അപ്പൊ എന്താണ് സൊല്യൂഷൻ? നിയമം തിരുത്തൽ മാത്രമേ സൊല്യൂഷൻ ആയിട്ടുള്ളൂ. ഇതിപ്പോ ഇവിടെ മാത്രമല്ലല്ലോ. ഇപ്പോ എറണാകുളം എം പി ഹൈബി ഈഡൻ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു, ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ്. വലിയ മണ്ടത്തരമാണ് പറയുന്നത്. ചെറായിയുടേത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്. അല്ലേ അല്ല. ഇന്ന് ഇന്ത്യയിൽ 58,000-ഓളം കേസുകൾ വഖഫ് മാനേജ്മെന്റ് ആ പോർട്ടലിൽ തന്നെയുണ്ട്. 58,000-ഓളം കേസുകൾ. ഇനി വഖഫ് ട്രൈബ്യൂണലിൽ 12,000-ഓളം കേസുകൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ എത്രയായി? 70,000 കേസുകൾ അങ്ങനെയുണ്ട്. ഇനി വഖഫിന്റെ പക്കൽ ഇതുപോലെ ആയിരക്കണക്കിന് കേസുകളുണ്ട്. ഇന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 165-ഓളം കേസുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം പറയുന്നത്? ഏതാണ്ട് 100,000-ഓളം കേസുകൾ ഇന്ന് നിലവിൽ വഖഫിന്റെ അധിനിവേശ അല്ല നിയമം അനുസരിച്ചുള്ള അധിനിവേശ ആ പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട്. ചെറായിയുടേത് അതിൽ ഒരെണ്ണം മാത്രമാണേ. അപ്പൊ എങ്ങനെ അത് അപൂർവങ്ങളിൽ അപൂർവമാകുന്നത്? പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാനുള്ള ശ്രമമാണ്. ഞാൻ ചോദിക്കുന്നത്, ചെറായിലെ ജനം ഈ പ്രശ്നത്തിൽ കിടക്കുന്ന സമയത്താണല്ലോ ലോകസഭയില് ഭേദഗതി ബില്ല് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത്. ശരി, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ആ ബില്ല് അവരുടെ താല്പര്യപ്രകാരമുള്ള, ഒരു സംശയിക്കില്ല, നരേന്ദ്രമോദി സർക്കാർ അവരുടെ താല്പര്യപ്രകാരമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഭേദഗതി ആവശ്യമാണ് എന്ന് കോൺഗ്രസിന് കൃത്യമായ അനുഭവങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടല്ലോ. ചെറായി മുനമ്പം സ്ഥലത്തിന്റെയും MP ആയിട്ടുള്ള ശ്രീ ഹൈബി ഈഡന് ഭേദഗതി ഇല്ലാതെ ഇത് തിരുത്തപ്പെടാനാവില്ല എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. CPM അത് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോ ഭേദഗതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. നരേന്ദ്രമോദി പറയുന്ന ഭേദഗതിയല്ല. പാർലമെന്റിൽ ഹൈബി ഈഡൻ എഴുന്നേറ്റ് എന്ന് പറയേണ്ടതായിരുന്നു, എന്റെ ജനവും ഈ വഖഫ് നിയമം കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഇത് മതേതരത്വത്തിന് നിരക്കാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് മതേതരത്വത്തിന് നിരക്കുന്ന രീതിയിൽ ഈ ലെജിസ്ലേഷൻ ഭേദഗതി നടത്തണം. നരേന്ദ്രമോദി പറയുന്നത് പോലെ അല്ലെന്നേ, BJP സർക്കാർ ആഗ്രഹിക്കുന്ന പോലെ അല്ലെന്നേ. ഇന്ന നിയമങ്ങളിലാണ് പ്രശ്നമുള്ളത്, അത് തിരുത്തണം എന്നല്ലേ പറയേണ്ടത്. പരിഹാരം എന്ന് ഞാൻ പറയുന്നത് അത് വഖഫിൻ ഇരകളോടൊപ്പം നിൽക്കേണ്ടതിനു പകരം തന്ത്രപൂർവം തന്റെ പൂർവികരായ പാർട്ടിക്കാര് ചെയ്ത ആ നിലപാട് തിരുത്താൻ ശ്രമിക്കുന്നത് അബദ്ധമല്ലേ? അതിന്റെ അർത്ഥം തന്റെ പൂർവികർക്ക് തെറ്റുപറ്റിയെന്നല്ലേ? അപ്പോൾ ഒരു തനി രാഷ്ട്രീയക്കാരന്റെ, ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്രപ്പീസ് കളിയാണ് അദ്ദേഹം കളിച്ചത്. ഔദാര്യത്തിൽ ആശ്രയിച്ചുള്ള പരിഹാരമല്ല. നിയമത്തെ കാണാതെ കോടതി ഒരു ഔദാര്യപൂർവ്വമായി സഹാനുഭൂതിപരമായി മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു നിലപാട് കോടതിക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. നിയമം മറന്നുകൊണ്ട് കോടതിക്ക് നിലപാടെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള നിലപാടല്ല. മൂന്നാമത്, ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്. ഭേദഗതി ഇല്ലാതെ ശരിക്കു പറഞ്ഞാൽ ഈ നിയമം എടുത്ത് കളഞ്ഞിട്ടാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്, ഭേദഗതി ചെയ്തിട്ടല്ല. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ അത് മുറിച്ചു മാറ്റാറാണ് പതിവ്. അത് അവിടെ വെച്ചിട്ട് ചികിത്സിക്കലല്ല. ഈ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ ഇനിയും ബുദ്ധിമുട്ടിക്കൊണ്ടേയിരിക്കും. ഇഷ്യൂസ് പഠിച്ച് ഗൗരവമായിട്ട് മാറ്റങ്ങൾ വരുത്താതെ ഈ പ്രശ്നത്തിന് പരിഹാരം. ചെറായി മുനമ്പം പരിസരം കോട്ടപ്പുറം രൂപതയുടെ ഭാഗമാണ്. 5 വർഷം മുൻപ് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ വിഷയത്തിൽ അന്നത്തെ കോട്ടപ്പുറം മെത്രാനായിരുന്ന ജോസഫ് കാരിക്കശ്ശേരി പിതാവ് ഇക്കാര്യം KRCCയിലും അതുപോലെ KCBCയിലും ഒക്കെ ഇക്കാര്യം ഉന്നയിച്ചതാണ്. പക്ഷേ ഇത് ഗൗരവമായി പഠിക്കാനോ ഒരു കൃത്യമായ ഇടപെടലുകൾ നടത്താനോ നമുക്ക് സാധിച്ചില്ല. ഇതിനുശേഷം ഇപ്പോൾ 2022 മുതൽ വീണ്ടും രൂപത ഇക്കാര്യത്തിൽ ഇതിനെക്കുറിച്ച് അവെയറാണ്. പക്ഷേ ഒരു കൃത്യമായ ഇടപെടൽ നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ലത്തീൻ സഭയുടെ സമിതിയായ KRCC ആയാലും KLCA ആയാലും അത്തരത്തിലുള്ളൊരു ശരിയാണ്, അവരവിടെ പോയി മീറ്റിംഗ് നടത്തി, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് നോക്കുക,
ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടരെല്ലാം വളരെ ശക്തമായിട്ട് ഇടപെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ KLC-യുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം എറണാകുളത്ത് നടത്തുകയാണ്. KLC-യെ അതായത് ഇപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ അച്ചായന്മാർക്ക് വെളിവ് വീണത്. ഇനിയെങ്കിലും ശബ്ദിക്കാതിരുന്നാൽ വലിയ പ്രശ്നമുണ്ടാകും, പ്രത്യാഘാതമുണ്ടാകും. ഭവനരഹിതരായി, കുടിയേറ്റക്കാരായി ശേഷിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവശേഷിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രതികരിച്ചാൽ കരയുന്ന കുഞ്ഞിന് പാലുണ്ടാകും. കാരണം നരേന്ദ്രമോദിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. KRCC ഇതിനകം ഒരു മീറ്റിംഗ് കാര്യമായിട്ട് വിളിച്ചുകൂടി. രൂപത ഒത്തിരി ഇടപെടലുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു. ഇനി KCBC പ്രസിഡന്റ് തന്നെയും ഇടപെട്ട് കഴിഞ്ഞു. സീറോ മലബാർ സഭ ഇടപെട്ട് കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ സഭയുടെ ഭാഗത്തുള്ള ഇടപെടൽ ശക്തമായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ പ്രശംസനീയമാണ്. എങ്കിലും ഈ വിഷയത്തിൽ ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, ക്രൈസ്തവ സമൂഹം എപ്പോഴും മതങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ നമ്മുടെ ഇടപെടലിൽ വന്ന കാലവിളംബവും നമ്മുടെ ഇടപെടലിൽ നമ്മൾ പാലിക്കുന്ന ഒരു മിതത്വവും ഒക്കെ അതിനൊക്കെ കാരണം അടിസ്ഥാനപരമായി മതങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള സഭയുടെ നിരന്തരം. പക്ഷെ അത് എതിർഭാഗം നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതുവരെ വേറെ ഒരു മതത്തെയും നമ്മളൊന്നും പറയണ്ട, കരിവാരി തേക്കണ്ട, അവരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തണ്ട, അവരുടെ മതത്തെ വിമർശിക്കണ്ട. ക്ഷമയും സഹനവും സ്നേഹവും വിട്ടുവീഴ്ചയും ഒക്കെയായി മുന്നോട്ട് പോയപ്പോൾ അതവർ ചൂഷണം ചെയ്യുകയും നമ്മളെ അടിക്കാനുള്ള വടിയായിട്ടത് ഉപയോഗിക്കുകയും ചെയ്തു. ആ ജാഗ്രതയുടെ ഫലമാണ്. പക്ഷേ ഇവിടെ സഭയ്ക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ പറയും. ഇവിടെ സഭയ്ക്ക് തെറ്റുപറ്റി. എന്താണ് പറ്റിയ തെറ്റ്? വഖഫ് ബോർഡ് ഇവിടെ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ജനത്തിന്റെ മേൽ അധിനിവേശം നടത്തിയപ്പോൾ ജനം അവിടെ ഞെരിഞ്ഞമരുകയാണ്. ആ അമരുന്ന ജനത്തിനു വേണ്ടി സഭയല്ലാതെ സ്വരം ഉയർത്താൻ പിന്നെ ആരാ ഉള്ളത്? ഇത് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. വഖഫ് ബോർഡ് ഞങ്ങളെ ചവിട്ടി അരയ്ക്കുന്നേ എന്ന് ഉച്ചത്തിൽ കരയാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോ ഞങ്ങൾ ചവിട്ടി മെതിക്കും, നിങ്ങൾ കരഞ്ഞാൽ അത് മതസ്പർദ്ധയാകും എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? ഞങ്ങൾ നിങ്ങളെ ചവിട്ടി മെതിക്കും, നിങ്ങൾ കരയരുത്. ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഞങ്ങൾ തീരുമാനിക്കുമെല്ലാം, ഞങ്ങളുടെ കീഴിലാണ് നിങ്ങൾ, ഞങ്ങൾ അടിക്കാനും നിങ്ങളത് കൊള്ളാനും വിധിക്കപ്പെട്ടവരാണ് എന്ന വഖഫ് ബോർഡിന്റെയും ഒരു മതവിഭാഗത്തിന്റെയും ധാർഷ്ട്യത്തിന് നമ്മൾ നിന്നു കൊടുത്താൽ ഇനിയും അടികൊണ്ടോണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കരയരുത്, ഉച്ചത്തിൽ കരഞ്ഞാൽ അത് മതസ്പർദ്ധയുണ്ടാകും. എവിടുത്തെ ന്യായമാണ്? ഉച്ചത്തിൽ കരയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് സഭ അല്പം പോലും ഇക്കാര്യത്തിൽ മതങ്ങൾ തമ്മിൽ പ്രശ്നമെന്ന് ചിന്തിക്കുകയേ അരുത്. ഇവിടെ മതങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു മത വിശ്വാസം, അതിൽ അധിഷ്ഠിതമായ ഒരു നിയമം ഇവിടെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ മറ്റു മതസ്ഥരും കൂടി അനുഭവിക്കുകയാണ്. അത് കൃത്യം പഠിച്ച് അവതരിപ്പിച്ച് അത് തിരുത്തണമെന്ന് പറയാൻ സഭ ഇപ്പോൾ മുന്നോട്ട് ശക്തമായിട്ട് വരേണ്ട ഒരു സമയമാണ്. ഒന്ന്. രണ്ട്, ഈ നിയമനിർമ്മാണം നടത്തിയത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയം സഭയ്ക്ക് എങ്ങനെയോ, അല്ലെങ്കിൽ സഭയിലെ പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെയോ, അല്ലെങ്കിൽ സഭയിലെ വ്യക്തികൾക്ക് എങ്ങനെയോ ഒരു നിഷ്ക്രിയത്വത്തിന് കാരണമായി ഞാൻ വിചാരിക്കുന്നു. കോൺഗ്രസ് മതേതരത്വത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്താൽ നിശബ്ദമായി സഭ ഇരിക്കണം, സഭയുടെ പ്രസ്ഥാനങ്ങൾ ഇരിക്കണം എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസിന് ആരാണ് സഭയെ തീരെഴുതി കൊടുത്തത്? അതുകൊണ്ട് രാഷ്ട്രീയപരമായ ചില ചായ്ച്ചിലുകൾ, മുസ്ലിങ്ങളുടെ ഇത്തരം അലിഖിത നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരച്ഛനെങ്കിലും ഉണ്ടായല്ലോ. ശക്തമായ ചില നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് സഭാ നേതൃത്വത്തെയോ സഭയുടെ പ്രസ്ഥാനങ്ങളെയോ പിന്നിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ, വളരെ പാവപ്പെട്ടവരോടുള്ള സഭ കാണിക്കുന്ന, സഭയിലെ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന, നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ കാണിക്കുന്ന അതിക്രൂരതയാണ് എന്ന് ശക്തമായി ഞാൻ പറയുകയാണ്. ഒന്ന്, ഈ വിഷയം ഒരു മതവിഷയമല്ല. അടിസ്ഥാനപരമായി ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്. ഇതൊരു നൈയാമികമായ വിഷയമാണ്, ലെജിസ്ലേറ്റീവ് വിഷയമാണ്. ഇതിനെ നേരിടേണ്ടത് പൊളിറ്റിക്കലായി തന്നെയാണ്, ഒപ്പം നൈയാമികമായി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് വഴി തന്നെയാണ്. അതുകൊണ്ട് സഭ ഇപ്പോൾ ശക്തമായി ഈ കാര്യങ്ങൾ പഠിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും പൊളിറ്റീഷ്യൻസിനെ അക്കാര്യത്തിനായി നിർബന്ധിക്കുകയും വേണം. തീർച്ചയായും ലെജിസ്ലേഷനിൽ അമെൻമെന്റ് വരുത്താനായി സഭ മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള നീക്കങ്ങൾ വളരെ ശുഭോദർക്കങ്ങളാണ്. കുറെ കൂടി ഉഷാറായി പാവപ്പെട്ടവർക്ക് വേണ്ടി സഭ നിലകൊള്ളും. അത് ഒരു മതവിഷയം കൂടിയല്ലല്ലോ. അവിടെയുള്ള ഹൈന്ദവരായ സഹോദരങ്ങളില്ലേ, അവിടെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ കാണുമായിരിക്കും, അവർക്കും അത് തീർച്ചയായിട്ടും ഗുണമല്ലേ. അതുകൊണ്ട് ഒരു പ്രൊഫറ്റിക് സ്റ്റാൻഡ് ഇവിടെ കൃത്യമായിട്ട് സഭ എടുക്കണം. ഇത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ടാക്കുമെന്നുള്ളത് തെറ്റായ ഒരു ചിന്തയാണ്. ഇനി രാഷ്ട്രീയപരമായി ചിലരുടെ ഇഷ്ടത്തിന് വിരുദ്ധമാകും എന്നുള്ള ചിന്താഗതി, അത് രാഷ്ട്രീയപരമായി അനിഷ്ടവും ഏറ്റുവാങ്ങേണ്ടി വരും. പ്രവാചകപരമായ നിലപാട് സഭ എടുത്താൽ. അതായത്
അതായത് ഏതൊരു കോടതി വിധിക്കും രണ്ടു കൂട്ടരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. രണ്ടു കൂട്ടരെയും വിജയിപ്പിക്കുന്ന രൂപത്തിൽ ഒരു നിയമം ഉണ്ടാക്കാനും കഴിയില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ സഭ മർദ്ദിതരുടെ കൂടെ നിൽക്കണം. ഇതൊരു ജാതി പ്രശ്നമല്ല, ഇതൊരു മതപ്രശ്നമല്ല, മതസ്പർദ്ധയല്ല. ഒരു മതവിഭാഗത്തിന്റെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന വിഷയവും ഇതിലില്ല. ഇത് പച്ചയായ പൊതുവിഷയമാണ്. ഇതിനകത്ത് മർദ്ദിതരായ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതുകൊണ്ട് സഭ നല്ല ഒരു തീരുമാനമെടുക്കും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.